10-700 കിലോമീറ്ററൊക്കെ മറ്റേ മൂവി എപ്പോഴും നമ്മുടെ മലയാളം സിനിമ അവിടെ റിലീസ് ആവത്തില്ല ഫിലിമില്. അപ്പം നമ്മുടെ അവിടെ നിന്ന് ഒരു 650 കിലോമീറ്റർ ദൂരം പോകണം. അപ്പം എപ്പോഴൊക്കെ ലാലേട്ടൻ മൂവി വരുന്നോ വണ്ടിയും വിളിച്ച് പോകും. കട്ട ലാലേട്ടൻ ഫാനാണ്. എവിടെ എന്തേലും പോയിരുന്നു. എന്നിട്ട് ചോട്ടാ മുംബൈ കണ്ടിട്ട് അതിനകത്തിരുന്ന് ഉറങ്ങിക്കുന്നു. ഞാൻ ചിലപ്പോ കണ്ണടച്ചിരിക്കുമ്പോഴേക്ക് ചിക്കു പറഞ്ഞു ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നത്. കുറുക്ക വിളിച്ചാലോ? തീർച്ചയായിട്ടും ഫേവറേറ്റ് ഫുഡ് കപ്പ, കാച്ചില്, ചേര. അരഞ്ചിലല്ല സ്ഥലം കപ്പയാണ്. മീനും കപ്പയും. ഒരു മറവി, അതിന്റെ പേരിലായിരിക്കും എപ്പോഴും വഴക്കുണ്ടാക്കുക. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോൾ മറക്കണ ഒരു കാര്യം. നമുക്ക് മറവി ഉണ്ടോ? ഓർമ്മ കൂടുതലാണ്. ആൺകുട്ടികള് മറവി ഇല്ല, ഓർമ്മ കൂടുതൽ. എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന്. നിങ്ങളുടെ സംസാരിക്കുമ്പോൾ ആ ഓളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത്രയും ഒരു ക്യൂട്ട് കപ്പിൾ തന്നെയാണ് ഞാൻ പറഞ്ഞ സമയത്തുള്ള. അത് ക്യൂട്ട് ഫാമിലി തന്നെയാണ്. എനിക്കത് കൂട്ടത്തില് കുറച്ച് ജഗജില്ലി ഇതാണെന്ന് തോന്നുന്നല്ലേ. സംസാരം എല്ലാവരും ഉണ്ട്. ഇവന്റെ സംസാരം തുടങ്ങിയപ്പോ ഇവരുടെ ഇച്ചിരി കുറഞ്ഞതാ. എല്ലാരും വർത്താനം പറയായിരുന്നു. എനിക്ക് 2 പെൺകുട്ടികൾ കഴിഞ്ഞ ഒരു ആൺകുട്ടി വരുമ്പോഴത്തേക്ക് ചിലപ്പം ബാലൻസ്ഡ് ആവും. ഓക്കെ. ഇപ്പൊ ഫിൻലാൻഡിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏറ്റവും കൂടുതലുള്ള ജോബ് വേക്കൻസി ഏതൊക്കെയായിരിക്കും? ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഫീൽഡാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ അവരവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ വന്ന് പഠിക്കണം. ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കണം, ഫിനിഷ് ലാംഗ്വേജ് ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ജോലി ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, ഈസി അല്ല. വന്ന് കണ്ടുപിടിക്കണം, 10-25 ലക്ഷം രൂപ മുടക്കി പഠിക്കണം. അങ്ങനെ കുറച്ച് സ്ട്രഗിളുകളുണ്ട്. അങ്ങനെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാലും ചിക്കു ടെൻഷൻ ഉണ്ടായാലും നമ്മുടെ വീട്ടിൽ അത് പൂർണ്ണമാവത്തില്ലോ, ഒരു സന്തോഷം ഉണ്ടാവത്തില്ലോ. അപ്പം അന്നേരം ഇത് ഓണാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സംസാരിച്ചും എപ്പോഴും നല്ല ഇതായിട്ടിരിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടാണ്. പലരും ചോദിക്കാറുണ്ട്, ഇത്രയും 4 പേരൊക്കെ ആണല്ലോ, പിന്നെ ഇങ്ങനെ സമയം കിട്ടും. നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ഇവരെല്ലാം ഇവരുടെ കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്യും. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിക്കുവിന് വേണ്ടി ഒരു പാർട്ടി ഞങ്ങൾ മാറ്റി വയ്ക്കുന്നില്ല. ആരാണോ ആ വീട്ടിലുള്ളത്, ആ സമയത്തുള്ളത്, അവർ എല്ലാം കൂടെ ചെയ്ത് തീർത്ത് വയ്ക്കും. ആ ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും. അതേപോലെ ഞാനും വന്ന് കഴിയുമ്പോഴേക്കും ഇവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇവരും ചെയ്തു വയ്ക്കും. അപ്പം നമുക്ക് പിന്നെ സമയമാണല്ലോ. ഞങ്ങൾക്ക് വേറൊരു രാജ്യത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം ഇവര് ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിക്കുന്നത്, ഇവരുടെ ഫിനിഷ് മീഡിയം. അപ്പം ഇവരെ കൊണ്ട് നമ്മൾ വേറെ രാജ്യത്ത് പറിച്ചിടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ ശരിക്കും അവിടെ? നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ തന്നെയുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 4 വെതറുണ്ട്. ഈ 4 വെതറിന് പറ്റുന്ന ജാക്കറ്റ്, അതിനോട്ട് എല്ലാ ഷൂസ് മുതൽ വാങ്ങുക എന്നുള്ളതാണ്. പിള്ളേർ വരുന്ന സ്റ്റേജ് അനുസരിച്ച് ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ട്. അത് കൂടാണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഈ ഡ്രസ്സുകൾ വാങ്ങുന്നതാണ്. സ്മൂത്ത് ആയിട്ട് സംസാരിച്ച് പോകുന്നതിനിടയ്ക്ക് എന്റെ സൗണ്ട് കുറച്ച് റേസ്, ഞാൻ ഒന്നും ഓർത്തോണ്ട് പറയുന്നതല്ല, അത് ചിക്കൻ ഇഷ്ടമല്ല. അത് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് കലറും. എന്തിനാണ് ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? അത് പറയാനുള്ള ക്ഷമ കാണിക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഞങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ ഇഷ്ടപ്പെട്ട എനിക്കൊന്ന്, ഞങ്ങൾ ഫിൻലൻഡിൽ നിന്ന് ബൈ റോഡ് ഇന്ത്യയിലേക്ക് ക്യാരവാനായിട്ട് വരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഈ പ്രാവശ്യം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. ഈ ജൂണിൽ ഇവിടെ എത്താന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവർ ഫാമിലി ആയിട്ടും അവർ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം നേരം ചൈനയിൽ നിന്ന് നേപ്പാളിൽ കയറി കുറേ റൂട്ട് 150 കിലോമീറ്റർ നമുക്ക് നമ്മുടെ ക്യാരവാനായിട്ട് പോയിട്ട് അത്ര ഈസി അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളത് പെൻഡിങ് വെച്ചു. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. ഒരു മെയ്ഡ് ഫോർ ഈച്ച് ഗെയിം വെച്ചാലോ? പൊളിഞ്ഞു. എന്നാലും ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് നിങ്ങൾ 100% മാർക്ക് വാങ്ങുന്നൊക്കെ ചോദിക്കാം. മനപ്പൊരുത്തം റൗണ്ട് ആണ് കേട്ടോ, മെയ്ഡ് ഫോർ ഈച്ച് ദർ. ഓക്കെ. ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്? 10/10/86. അല്ലെങ്കിൽ ചോറിൽ അത് നമ്മൾ ലവ് മാരേജ് ആയി കഴിയുമ്പോൾ അതൊന്നും ആരും മറക്കാൻ വഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഓരോ വർഷം, ഇപ്പൊ എല്ലാ വർഷവും അതെ ആ ഒരു ദിവസം നമ്മൾ ഇംപ്രസ് ചെയ്യാൻ കിട്ടുന്ന ചാൻസ് അല്ലേ, അത് നമ്മൾ കാണാപ്പാടം വെക്കുന്നൊക്കെ. ഓക്കെ. തീർച്ചയായിട്ടും ഫേവറേറ്റ് ഫുഡ്? കപ്പ, കാച്ചില്, ചേര. അരഞ്ചിലല്ല സ്ഥലം കപ്പയാണ്. മീനും കപ്പയും ഭയങ്കര. അതാണ് നാട്ടിൽ വരുമ്പോ ഈ നേരത്തെ പറഞ്ഞു കേട്ടോ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യം. എന്നിട്ട് വന്നിവിടെ കഴിച്ചോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചിക്കു ചേച്ചിക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? എനിക്ക് ചില സമയത്തെ, അതായത് സ്മൂത്ത് ആയിട്ട് സംസാരിച്ച് പോകുന്നതിനിടയ്ക്ക് എന്റെ സൗണ്ട് കുറച്ച് റേസ്, ഞാൻ ഒന്നും ഓർത്തോണ്ട് പറയുന്നതല്ല,
അത് ചിക്കുന് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അത് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് കളറും ഒറ്റ ഒച്ചയെടുക്കലെടുക്കും എന്തെങ്കിലും കാര്യത്തില്. പക്ഷെ അത് നമ്മൾ ഓർത്തോണ്ട് പറയുന്നല്ല, പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ അന്നേരം അത് ചിക്കുന് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് കുറച്ച് സമയം എടുക്കും, പിന്നെ ഞാൻ നോർമലായിട്ട് വരാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെയുള്ള സമയത്ത്, അതായത് പുതുവ സ്ത്രീകളിലാണെങ്കിൽ തന്നെ എന്തിനാണ് ഇപ്പൊ അങ്ങനെ ചോദിച്ചേ, ആ സൗണ്ട് ഉണ്ടാക്കിയ അത് പറയാനുള്ള ക്ഷമ കാണിക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, ഞാൻ ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി എങ്ങാനും മാറിയാലോ, ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ. ശീലം അത്. എനിക്കോട് ഇച്ചാന്റെ മാത്രല്ല, ചിലപ്പം നാടിന്റെ പ്രത്യേകത നമ്മുടെ കൂട്ടുകാരും വേറെ എഞ്ചിനുള്ളവർക്കും അങ്ങനെയുണ്ട്. സംസാരിക്കുമ്പോ അറിയാണ്ട് കൊച്ചു കയറും, സൗണ്ട് കയറും. സൗണ്ട് കയറും. മനസ്സിലൊന്നും ഇല്ലാത്തവരെ ശബ്ദം ഉണ്ടാക്കും. ഓക്കെ, അടുത്തത് ഒരു കാര്യം ചെയ്യുമ്പോ എപ്പോഴും മറക്കും, ഒരു മറവി, അതിന്റെ പേരിലായിരിക്കും എപ്പോഴും വഴക്കുണ്ടാക്കുക. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോൾ മറക്കണ ഒരു കാര്യം. എന്നോടാണോ ചിക്കനോട്? നമുക്ക് മറവിയുണ്ടോ? ഓർമ്മ കൂടുതലാണ്. ആൺകുട്ടികള് മറവില്ല, ഓർമ്മ കൂടുതൽ. എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന് ഇതൊന്നുമില്ല. ഓർമ്മ കൂടുതലാണോ മറവിയാണോ? ഓർമ്മ കൂടുതലായിരിക്കും. അല്ല, എന്ത് കാര്യ എന്ത് കാര്യമില്ല ഇവരെപ്പോഴും മറക്ക? പൈസയെ കുറിച്ച്, അതോ ഷെയർ അതിനൊക്കെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ചിക്കു ചേച്ചിയുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഇനി പോണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ. പിള്ളേർക്കൊക്കെ അറിയാൻ തോന്നുന്നുണ്ടോ? ഇവർക്കൊക്കെ അറിയാം, നോക്കരുത്, പറഞ്ഞെടുക്കരുത്. പോണെന്ന് പിന്നെ US ആയിരിക്കാം. ബാക്കി നമുക്ക് പോകാൻ പറ്റുന്നിടത്തെല്ലാം ഞങ്ങൾ യാത്രകളെല്ലാം ബൈ റോഡാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും പോയേക്കുന്നത് 10-30 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഫുള്ള് ബൈ റോഡ്. US ആയിരിക്കും അത്, പക്ഷെ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഇനി ഉള്ള യാത്ര എന്ന് വെച്ചാൽ കൊച്ചും കൂടെ ഇത്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ ഇഷ്ടപ്പെട്ട എനിക്കൊന്ന്, ഞങ്ങൾ ഫിൻലൻഡിൽ നിന്ന് ബൈ റോഡ് ഇന്ത്യയിലേക്ക് ക്യാരവാനായിട്ട് വരണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. ഈ പ്രാവശ്യം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. ഈ ജൂണിൽ ഇവിടെ എത്താന്നുള്ള രീതിയിലായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് അവർ ഫാമിലി ആയിട്ടും അവർ ഞങ്ങൾ കൂടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം നേരം ചൈനയിൽ നിന്ന് നേപ്പാളിൽ കയറി കുറേ റൂട്ട് 150 കിലോമീറ്റർ നമുക്ക് നമ്മുടെ ക്യാരവാനായിട്ട് പോയിട്ട് അത്ര ഈസി അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളത് പെൻഡിങ് വെച്ചു. വീഡിയോ അവരെടുത്ത് കാണിച്ചു അവരാ പോകുന്ന റൂട്ടല്ലേ. അപ്പൊ പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല, കൊച്ചൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു കൊച്ചിനെ കൊണ്ട് പോകുന്നതാണ്. പിന്നെ ഞങ്ങളത് ഫ്യൂച്ചറിലേക്ക്, അതാണ് അപ്പൊ നമ്മുടെ ഫിൻലൻഡിൽ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പേപ്പർ വർക്ക് ആയാലും നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പാടൊന്നുമില്ല. ചൈന കൂടിയാണോ വരുന്നത്? കാർനെറ്റ് എടുക്കണമെന്നുള്ളതും, പിന്നെ നമ്മുടെ വണ്ടിക്ക് ഫിനാൻസ് ഉണ്ടാവാൻ പാടില്ല. അതായത് യൂറോപ്പിലുള്ള വണ്ടിക്ക് കാർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിൻലൻഡിൽ നിന്ന് വരുമ്പോഴേക്കും ഫിനാൻസ് ഉണ്ടാകാത്ത വണ്ടിയായിരിക്കണം, കാർനെറ്റ് എടുക്കണം. അതൊക്കെ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് പോരാവുന്ന കാര്യങ്ങൾ. ഓക്കെ. എപ്പോഴെങ്കിലും സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കുന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഏതൊരു ആക്ട്രസിന്റെ കൂടെയാണ് പെയറായിട്ട് അഭിനയിക്കണം? നായകനൊക്കെ എനിക്ക് അറിയത്തില്ല. ഞാനൊക്കെ ആഗ്രഹിച്ചേക്കുന്ന വല്ല നായകനടന്റെ കൂട്ടത്തില് മിണ്ടാപ്രാണി പോലെ ഇങ്ങനെ കൂട്ടത്തില് ഫുൾ ടൈം ഓൺ ആയിട്ട് കൂട്ടുകാരനായിട്ട് നടക്കുന്നത്. കണ്ടോ? 100-700 കിലോമീറ്റർ ഒക്കെ മറ്റേ മൂവി എപ്പോഴും നമ്മുടെ മലയാളം സിനിമ അവിടെ റിലീസ് ആവത്തില്ല ഫിൻലൻഡില്. അപ്പം നമ്മുടെ അവിടെ നിന്ന് ഒരു 650 കിലോമീറ്റർ ദൂരം പോണം. അപ്പം എപ്പോഴൊക്കെ ലാലേട്ടൻ മൂവി വരുന്നോ വണ്ടിയും വിളിച്ചു പോകും. അങ്ങനെ സിനിമകളെ മിസ് ചെയ്യല്ലേ തിയേറ്ററിൽ? സിനിമകള് ഇടയ്ക്കൊക്കെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇത് ചെയ്യുന്നില്ല. കുഴപ്പമില്ല, സമയമില്ലാത്ത നിങ്ങള് കൊറേ കാര്യങ്ങളുണ്ട്. പക്ഷെ മറ്റേ കാര്യം പറയട്ടെ, ഏതാ പറഞ്ഞ ചോട്ടാ മുംബൈ കണ്ടാരും പറയട്ടെ. എന്തായാലും ചോട്ട മുംബൈ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ചോട്ട മുംബൈ. അതല്ലേ? പടമല്ലേ ആ പടത്തിനിടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ ചെക്ക് കളിയാക്കുന്നതാണ്. അതിനിടയ്ക്ക് ഉറങ്ങിപ്പോയെന്ന് കട്ട ലാലേട്ടൻ ഫാനാണ്. എവിടെ എന്തേലും പോയിരുന്നു, എന്നിട്ട് ചോട്ടാ മുംബൈ കണ്ടിട്ട് അതിനകത്തിരുന്ന് ഉറങ്ങിക്കും. ഞാൻ ചിലപ്പോ കണ്ണടച്ചിരിക്കുമ്പോഴേക്ക് ചിക്കു പറഞ്ഞു ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നത്. അത് വിളിച്ചാലോ? നിങ്ങൾക്ക് യാത്ര എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം തോന്നുന്നു അല്ലേ? ബൈ റോഡ് യാത്ര ചെയ്യുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നത് നടന്നു പോകുന്നവർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സൈക്കിളോ ബൈക്കിനൊക്കെ പോകുന്നവര്, പിന്നെ നമുക്ക് കാർ കൊണ്ട് പോകുന്നുള്ള പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഭയങ്കര
ഇഷ്ടമുള്ളത്. നല്ലതാണ്. അവിടെയൊക്കെ നമുക്ക് ഭയങ്കര കൺവീനിയന്റ്, അതായത് ഇപ്പൊ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പം നോർമൽ കാറിന് പോയാലും കുഴപ്പമില്ല. പക്ഷെ പിള്ളേരൊക്കെ ആയതിനു ശേഷം നമുക്ക് അതായിരുന്നല്ലേ കാരവാന്റെ ഒരു ഉപകാരം എന്ന് പറയാനും. ഞങ്ങളൊരു 3 വർഷത്തോളം എല്ലാ ട്രിപ്പുകളും ഫുള്ള് ക്യാരവാൻ, UK പോയതും എല്ലാം പോയത് ഫുള്ളെല്ലാം ക്യാരവാനായിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് വരുമ്പോഴേക്കും നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പേര് പോയി കഴിയുമ്പോഴേക്കും നോർമലി മറ്റുള്ളവർക്ക് പോകുന്നതിനേക്കാളും ചിലവ് കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആ ഒരു പ്ലാനിലേക്ക് ചേഞ്ച് ചെയ്യാൻ കാരണം. പക്ഷെ എല്ലാവർക്കും അതാണ് ഇഷ്ടവുമാണ്. അതെ. ഓക്കെ, ചിക്കു ചേച്ചിക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഇത് മാത്രം മതി? ഞാൻ ഏറ്റവും നന്നായിട്ട് സ്നേഹമായിട്ടും പൊളൈറ്റ് ആയിട്ടും സംസാരിക്കുക. അത് ഞങ്ങൾക്ക് സ്നേഹം മാത്രം മതി. സ്നേഹം മാത്രം, അത് വേറെ എപ്പോഴും സ്നേഹമായിട്ട് എന്ത് എല്ലാ കാര്യങ്ങളും നമ്മളെ പറയണം, അപ്പം അപ്ഡേറ്റ് ആയിട്ട് അപ്പം പറയണം. അത് മാത്രം മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ എവിടെ നിന്ന് കിട്ടും കമ്മ്യൂണിക്കേഷൻ, അത് ഫീൽ ചെയ്യുക, അത് മാത്രം. ശരിക്കും റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് രണ്ടുപേരും അതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളെന്ന് തോന്നുന്നു. ഏറ്റവും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടൈം ഇല്ലാണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവൻ ഇച്ചാൻ അത്രയും പ്രശ്നമില്ലെന്ന് തോന്നുന്നു, എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ അത് പെൺകുട്ടികൾ പറഞ്ഞു തന്നെ തീർക്കണം, അതാണ് ഞങ്ങൾക്ക് സംസാരിച്ച് തീർക്കണം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാലും ചിക്കു ടെൻഷൻ ഉണ്ടായാലും നമ്മുടെ വീട്ടിൽ അത് പൂർണ്ണമാവത്തില്ലോ, ഒരു സന്തോഷം ഉണ്ടാവത്തില്ലോ. അപ്പൊ അന്നേരം ഇത് ഓണാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സംസാരിച്ചും എപ്പോഴും നല്ല ഇതായിട്ടിരിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടാണ്. എനിക്ക് കുട്ടികളുടെ എന്താ അവനും ബോറടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മുമ്പ് നിങ്ങൾ ഈ സ്നേഹം കാണിക്കുമ്പോഴേ മക്കൾ അത് കണ്ട് വളരണം എന്ന് ഓൾറെഡി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സൈഡായിട്ട് നോക്കിയാണ്ടല്ലോ. നിങ്ങൾ ഭയങ്കരമാണോ മുമ്പിൽ ഭയങ്കര റൊമാൻസ് ആണോ വീട്ടില് രണ്ടുപേരും? ആണോ? കുറച്ചു വെച്ച് വലിയ കോണ്ടന്റ് കിട്ടുന്നൊക്കെ. അതായത് നമ്മളാ നമ്മൾ ആ ഒരു ചെയറേ ഇരുന്ന് വീഡിയോ എടുക്കുമല്ലായിരുന്നു അതേ സമയത്ത് മാള് അത് കണ്ടു. മാളിന് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ റൊമാൻസ് കാണിക്കുമ്പോഴോ? റൊമാൻസ് കാണിച്ചല്ലായിരുന്നു ആക്ച്വലി. അത് ഏതാ മറ്റേ കുഞ്ഞാവനും പ്രഗ്നന്റ് ആയിരുന്നു പിരുന്നാണോ എല്ലാരും ടെസ്റ്റ് കാണിച്ചതല്ലേ? ഭയങ്കര നാണാണോ കാണുമ്പോ? ആ സമയത്ത് അത് എനിക്ക് ഇച്ചിരി ഡിസ്റ്റർബിംഗ് പോലെ തോന്നിയായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും കറക്കിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് റീക്രിയേറ്റ് ആണല്ലേ? തിരിച്ചു കറക്കാൻ പറ്റുന്ന ദൈവമേ. പക്ഷെ നിങ്ങളുടെ സംസാരിക്കുമ്പോ ആ ഓളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത്രയും ഒരു ക്യൂട്ട് കപ്പിൾ തന്നെയാണ് ഞാൻ പറഞ്ഞ സമയത്തുള്ള. അത് ക്യൂട്ട് ഫാമിലി തന്നെയാണ്. എനിക്കത് കൂട്ടത്തില് കുറച്ച് ജഗജില്ലി ഇതാണെന്ന് തോന്നുന്നല്ലേ? സംസാരം എല്ലാവരും ഉണ്ട്. ഇവന്റെ സംസാരം തുടങ്ങിയപ്പോ ഇവരുടെ ഇച്ചിരി കുറഞ്ഞതാ. എല്ലാരും വർത്താനം പറയായിരുന്നു. എനിക്ക് 2 പെൺകുട്ടികൾ കഴിഞ്ഞൊരു ആൺകുട്ടി വരുമ്പോഴത്തേക്ക് ചിലപ്പം ബാലൻസ്ഡ് ആവും. ഓക്കെ, ഇവര് നല്ലൊരു ഹസ്ബൻഡ് ആണ്, നല്ലൊരു ഫാദർ ആണ്. സോ അതേപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വർക്ക് ചെയ്യണു, അതേപോലെ കോണ്ടന്റ് ക്രിയേറ്റിംഗ് ചെയ്യണു, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണേ? ഫുൾ ടൈം നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ചിലപ്പം ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയാണ്. പിന്നെ എല്ലാ വീഡിയോസും ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിനോട് ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം ഉണ്ടായി കഴിയുമ്പോഴേക്കും അത് ചെയ്യുമ്പം ഞാൻ സന്തോഷിച്ച് ചെയ്യുന്നത്. അപ്പം അന്നേരം അതൊരു ഫീലാണ്. അന്നേരം ഇപ്പം എന്തെങ്കിലും കുക്കിംഗ് ആണ്, സാധാരണ കുക്കിംഗ് നമുക്ക് ഇഷ്ടമല്ല. പുറത്തെവിടെയെങ്കിലും പോയി നമ്മൾ പണ്ട് മിസ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് പണ്ട് നമ്മൾ ജീവിച്ച സാഹചര്യങ്ങള്, നേച്ചർ അല്ലെങ്കിൽ തോട്ടിൽ പോകുന്നു, അതെല്ലാം ഉണ്ടല്ലോ. അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ട്. അതങ്ങ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുന്നതായിട്ടല്ല, അങ്ങ് ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് സന്തോഷമാണ്. പിന്നെ എല്ലാം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാണല്ലോ. വീട്ടിലെ കാര്യങ്ങൾക്ക് ക്ലീനിങ് ആണെങ്കിലും പിള്ളേരെ കൊണ്ടുവിടുന്ന കാര്യങ്ങൾ, സ്കൂള്, പഠിത്തം ഒക്കെ എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സമയം കിട്ടുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഇത്രയും 4 പേരൊക്കെ ആണല്ലോ പിന്നെ ഇങ്ങനെ സമയം കിട്ടും. പക്ഷെ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ഇവരെല്ലാം ഇവരുടെ കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്യും. നമുക്കവിടെ ജോലിക്ക് അങ്ങനെയൊന്നും ആരെയും കിട്ടത്തില്ല. കാരണം നമ്മൾ തന്നെയാണ് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ കാര്യം ചെയ്യേണ്ടത്, വീട്ടിലെ കാര്യം ചെയ്യേണ്ടത്, പിള്ളേരുടെ കാര്യം ചെയ്യേണ്ടത് എല്ലാം നമ്മൾ തന്നെയാണ്. അതിന്റെ കൂട്ടത്തില് ഈ 100% ജോലിയും ചെയ്യണം. അപ്പം അത് ഒരുമിച്ച് ചെയ്തില്ലെങ്കിൽ പോവില്ല. ഇപ്പൊ എല്ലാരും ഇപ്പൊ പിള്ളേരാണെങ്കിൽ അവരുടെ റൂം ക്ലീൻ ചെയ്യാൻ അവർ ഞങ്ങളെ കൂടുന്നു. ഒന്നും മാറ്റി വെക്കുന്നത്. ഇപ്പൊ ചിക്കു ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിക്കുവിന് വേണ്ടി ഒരു പാർട്ടി ഞങ്ങൾ മാറ്റി വെക്കുന്നില്ല. ആരാണോ ആ വീട്ടിലുള്ളത് ആ സമയത്തുള്ളത് അവര് എല്ലാം കൂടെ ചെയ്ത് തീർത്ത് വെക്കും ആ ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും. അതേപോലെ ഞാനും വന്നു കഴിയുമ്പോഴേക്കും ഇവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇവരും ചെയ്തു വെക്കും. അപ്പൊ നമുക്ക് പിന്നെ സമയമാണല്ലോ. അതെ, ഇപ്പൊ ഫിൻലാൻഡിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്
ഏറ്റവും കൂടുതലുള്ള ജോബ് വാക്കൻസി ഏതൊക്കെയായിരിക്കും? ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഫീൽഡാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ അവരവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ വന്ന് പഠിക്കണം. ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കണം, ഫിനിഷ് ലാംഗ്വേജ് ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ജോലി ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, ഈസി അല്ല. വന്ന് കണ്ടുപിടിക്കണം, 10-25 ലക്ഷം രൂപ മുടക്കി പഠിക്കണം. അങ്ങനെ കുറച്ച് സ്ട്രഗിളുകളുണ്ട്. ഫീസ് എല്ലാം കൊടുക്കണം. ഇപ്പൊ ഫിൻലാൻഡിൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ മറ്റു കൺട്രീസിലേക്ക് മാറുമല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് മാറുന്നത് ഫിൻലാൻഡ് തന്നെ നിൽക്കാം? ജോലി സെറ്റായ ഫീൽഡ് നല്ലതാണ്, നമുക്ക് മാനേജ് ചെയ്തു പോകാം. സേവിങ്സും കാര്യങ്ങളില്ല, പക്ഷെ നമുക്ക് ജീവിച്ചു പോകാം, കാമായിട്ട് ജീവിച്ചു പോകാം. ക്രൈം റേറ്റ് ഒക്കെ അന്ന് കുറവായിരുന്നു, ഇപ്പം പയ്യെ ആയി വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്കൊന്ന് മാറാൻ പറ്റാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം അവിടെ ജനിച്ചാണ്. ഇവർ പഠിക്കുന്നത് ഫിനിഷ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേറൊരു രാജ്യത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം ഇവര് ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിക്കുന്നത്, ഇവരുടെ ഫിനിഷ് മീഡിയം. അപ്പം ഇവരെ കൊണ്ട് നമ്മൾ വേറെ രാജ്യത്ത് പറിച്ചിടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പിന്നെ നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്ത് പോകുമ്പോൾ ചിലയിടത്ത് സാലറി കൂടുതലുണ്ടെങ്കിൽ അവിടെ അനുസരിച്ച് ജീവിത ചെലവ് കൂടുതലുണ്ട്. ഇവിടെ സാലറി കുറവാകുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വ്യത്യാസം. എല്ലായിടത്തും ഒരുപോലെ ഫീൽ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു സാലറി ഒരു 90% നിങ്ങൾ അവിടെ ചെലവാക്കണം എന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ടോ? നമുക്ക് ചെലവാക്കാണ്ടിരിക്കാം. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രയും പേരാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് അവിടെ ചെലവാക്കാം വേണ്ടിയുള്ളതേ ഉള്ളൂ. അത്രയും വലിയ സാലറി ഉള്ള ആൾക്കാരൊന്നും അല്ല, സാധാരണക്കാരാണ്. ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ ശരിക്കും അവിടെ? നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ തന്നെയുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് 4 വെതറുണ്ട്. ഈ 4 വെതറിന് പറ്റുന്ന ജാക്കറ്റ്, അതിനുവേണ്ടി എല്ലാ ഷൂസ് മുതൽ വാങ്ങുക എന്നുള്ളതാണ്. പിള്ളേര് വരുന്ന സ്റ്റേജ് അനുസരിച്ച് ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ട്. അത് കൂടാണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഈ ഡ്രസ്സുകൾ വാങ്ങുന്നതാണ്. അതിനനുസരിച്ച് ഡ്രസ്സ് അറേഞ്ച് ചെയ്യുന്നതിന് തന്നെയാണ്. നമുക്ക് നമ്മളെങ്ങനെയൊക്കെ നമ്മളിനി വളരുന്നില്ല, എനിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചെറുതാവുന്നുണ്ട്, വലുതാവുന്നില്ല, മാറ്റമല്ല. പക്ഷെ പിള്ളേര് വളർന്നതനുസരിച്ച് അവർക്ക് ഡേ കെയറിൽ 4 സെറ്റ് ഡ്രസ്സ് വീതം, ജാക്കറ്റ്, ഷൂസ്, ഔട്ട്ഡോർ ഓക്കെ അല്ലേ, ഔട്ട്ഡോർ പാൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട്, തൊപ്പി, എല്ലാം വെതറിനനുസരിച്ചാകുമ്പോഴേക്കും ഒരാൾക്ക് തന്നെ 4 സെറ്റ് വീതം ഓരോ തവണയിൽ തന്നെ വേണം. അത് തന്നെ ചില സമയത്ത് നമ്മൾ അത് വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം വേറെ ഏതെങ്കിലും അങ്ങനെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഗെയിംസ്, ഹോബീസ് സ്കൂളില് അതിനുള്ളത് അറേഞ്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാത്തിലും നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല, ടൈം കിട്ടാറില്ല. നിർബന്ധമായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടോ ഇപ്പൊ പഠിത്തത്തിന് കൂടെ തന്നെ? സ്കേറ്റിംഗ് ഒക്കെ അവിടെ സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ആക്ടിവിറ്റീസ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഡേ കെയർ ആണെങ്കിൽ ഡേ കെയറിൽ തന്നെ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. സ്നോയിലുള്ള ഐസ് സ്കീയിങ്ങും സ്കേറ്റിംഗും ഒക്കെ അവിടെ നമ്മൾ ഇതിലെ സൈക്കിളോട്ടി പോകല്ലേ, അതുപോലെ പഠിച്ചിരിക്കേണ്ട കാര്യമായിട്ടാണ് അവർ കാണുന്നത്. അതൊക്കെ സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സമ്മറിൽ സൈക്കിളും വിന്ററിൽ സ്നോയിലെ പരിപാടി. അപ്പൊ ഒരുപാട് സന്തോഷമായി. നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവരെ ഇന്റർവ്യൂ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അവരോട് എന്താ പറയാറുള്ളത്? എല്ലാവരോടും ഒത്തിരി സ്നേഹം. നമ്മളെപ്പോലെ സാധാരണക്കാരായ ഫാമിലിനെയൊക്കെ എല്ലാവരും കുറച്ചുപേരെങ്കിലും കാണുന്നവർ കുറച്ചുപേരൊക്കെയാണ് നമ്മൾ അറിയത്തുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥന ഓർക്കുക. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.